ഹലോ ദീപത്തിലേക്ക് സ്വാഗതം. അഖിലേട്ടൻ്റെ ലൈവ് മനസ്സിലായി. അഖിലേട്ടൻ ലൈവിൽ വന്ന ശേഷം പിന്നെ 2-3 വീഡിയോസ് കിട്ടും. 2-3 ദിവസം 4-5 വീഡിയോസ് ഇട്ടു ഇതിനെക്കുറിച്ച്. ബട്ട് ആ ലൈവിൽ വന്ന സമയത്ത് കുറേ പേര് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അഖിലേട്ടൻ നമ്മുടെ സീസൺ 6 കണ്ടസ്റ്റൻസ് ആയ ജാൻമണി, നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ വേണ്ട ഒരു വ്യക്തി, എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റർ വേണ്ട ഒരു വ്യക്തി, മനസ്സിലായില്ലേ? മീൻസ് നമുക്ക് കിട്ടാം അല്ലെങ്കിൽ സബ് ടൈറ്റിൽ വേണ്ട ഒരു വ്യക്തി. എന്താ വെച്ചാൽ ജാൻമണി പറഞ്ഞാൽ നമുക്ക് അത്രയോട്ട് ക്ലിയർ ആവില്ല. എനിക്ക് മാത്രമാണോ അറിയില്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ അറിയില്ല. അപ്പോൾ ജാൻമണി വന്നിരിക്കാനില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജാൻമണി എഗെയിൻസ്റ്റ് അഖിൽ മാരാർ പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ജാൻമണി എന്തൊക്കെയോ പറയുന്നില്ല അഖിൽ മാരാർ ചെയ്തതിനെ കുറിച്ച് അല്ല പറഞ്ഞതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ആ ജാൻമണിൻ്റെ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കേട്ടല്ലോ. ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞു വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ടോ. ഈ അഖിൽ മാരാർ അവന് എന്താ കാണിക്കുന്നത്? അവർക്ക് എന്താ പറ്റി? അവൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആണ് ഇതെൻ്റെ ക്വസ്റ്റ്യന്. കാരണം അവൻക്ക് കാസ്റ്റിംഗ് എനിക്ക് പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ട്. കാസ്റ്റിംഗ് കൗച്ച് പറഞ്ഞ ഒരു സാധനം അവൻ്റെ തലയിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് വിന്നറായിട്ട് പോയി, അവനാണ് കാപ്പ് കിട്ടി, അവന് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറാണ്. പിന്നെ ഇവന് എത്ര വർഷം, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവൻ്റെ തലയിലേക്ക് കാസ്റ്റിംഗ് കൗച്ചിലാണ് ആ സാധനം കയറിയിട്ടുണ്ടായോ. സോ അവനക്ക് അങ്ങനെ പോലെ ഓരോ ഇഫ് ഹി ഹാസ് എനി എക്സ്പീരിയൻസ് വിത്ത് ദറ്റ് കാസ്റ്റിംഗ് കൗച്ച്, അവനക്ക് ആരെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവനക്ക് അങ്ങനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യം പറയാനും. ഈ പെണ്ണുങ്ങളിത് തലയിലേക്ക് വെച്ചിട്ട് അവന് ഈ കളിക്കിനാണ് എൻ്റെ മോലും പിന്നെ എന്താ പറയുക എസിയൻ്റെ വേണ്ടി കുറ്റം പറഞ്ഞിട്ട് ഇരിക്കുന്നത്. സോ അവനക്ക് അതാ ഫസ്റ്റ് മനസ്സിലാക്കി. നമുക്ക് പെണ്ണുങ്ങൾക്ക് അറിയാം നമുക്ക് എങ്ങനെയാണ് ഡിഫൻസ് വേണ്ടി. ഇന്ന് ഈ 6ാമത്തെ സീസണ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. ഹി ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് എ കിങ് ആൻഡ് കമ്മിങ് ആൻഡ് സേവിങ് us. We are not crying and asking, begging him. And what he is doing, he only knows. അവനക്ക് എന്തെങ്കിലും പ്രാന്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവനക്ക് എന്തെങ്കിലും ആരോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവനക്ക് ആരാ കാസ്റ്റിംഗ് കൗച്ചിലെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവന് അതൊക്കെ പറയണ്ടേ? അവന് എന്താണ് നമ്മളുടെ താലയിലേക്ക് ആന ഗാനം വെച്ചിട്ട് അവന് അങ്ങനെ കളിക്കുന്നത്, അവന്റെ ഫോളോവേഴ്സ് കൂട്ടുന്നത്, അവന്റെ ഇങ്ങനെ കൊടുക്കുന്നത്. അത്ര സൈക്കിക് പ്രോബ്ലം ആണ് ആൾക്ക്. എനിക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ മോഡിലെ ബിഗ് ബോസിലെ പോകുന്ന മോഡിലെ എനിക്ക് ഓഡീഷന് കാര്യത്തിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ ബിഗ് ബോസിൻ്റെ വീട്ടിൽ പോകുന്ന ടൈമിൽ ബിഗ് ബസ് തിരിച്ച് ഇറങ്ങി എനിക്ക് എയർപോർട്ടിൽ എത്തുന്ന മുതൽ നമുക്ക് അങ്ങനെ ഓരോ പെണ്ണിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ടോ. കാരണം അങ്ങനെ ഒരു ഇല്ല. പക്ഷെ അവനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അവനക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, പേഴ്സണലി അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവന് അപ്പോൾ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ സീസണിൽ വെച്ചിട്ട് ഓരോ പ്ലേ കാർഡ് അവൻ്റെ വിമൻ കാർഡ് പ്ലേ ചെയ്യുന്ന ഒരു ആവശ്യകത ഇല്ല. പിന്നെ എല്ലാം പെണ്ണുങ്ങൾക്ക് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടോ, ഇറ്റ്സ് വെരി സേഫ്. ഇറ്റ്സ് ലൈക്ക് ഓൺ ഹോം. ദാറ്റ് ഈസ് ദ റീസൺ ഐ ക്രൈഡ് ഇറ്റ്. സോ എല്ലാവർക്കും മനസ്സിലായി. കാരണം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ പോലെ താമസിക്കുന്ന അവിടെ ഒരു അങ്ങനെ പോലെ സംഭവമേ ഇല്ല. പക്ഷെ ഈ ആളെ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പ്ലീസ് ബോയ്കോട്ട് അഖിൽ മാരാർ. ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏകദേശം കുറച്ചൊക്കെ മനസ്സിലാവും ജാൻമണി സംസാരിച്ചല്ലേ. ഇത് ജാൻമണി പറയുന്നത് വെച്ചാൽ കാസ്റ്റിംഗ് കൗച്ച്, അത് അഖിലേട്ടൻ പറഞ്ഞാണ്. കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു സംഭവം സിനിമയിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് അഖിലേട്ടൻ പറഞ്ഞു, മനസ്സിലല്ലേ? ആ കാസ്റ്റിംഗ് കൗച്ച് സംഭവം സിനിമയിൽ നടക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ആ ഒരു കാസ്റ്റിംഗ് കൗച്ചിൽ ആകുമല്ല എന്നാണ് അഖിലേട്ടൻ പറഞ്ഞത്. അതേപോലെ ബിഗ് ബോസിൽ ഇപ്പോൾ ഇതുപോലെ ഈ സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്ത്രീകളും ഉപയോഗിച്ചിട്ടുള്ളതാണ് ബിഗ് ബോസ് അല്ല അഖിലേട്ടൻ പറഞ്ഞു ചെയ്തു. അപ്പോൾ നമ്മുടെ ജാൻമണി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മനസ്സിലല്ലേ? വുമൺസ് ഞങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോലുള്ള വുമൺസ് ഞാൻ അവിടെ പോയി പങ്കെടുത്തിട്ട് വന്നല്ലേ ഇതുവരെ മറ്റേ എവിക്ഷൻ ടൈമിലടക്കം, എവിക്ഷൻ ആയ ശേഷം അടക്കം എയർപോർട്ട് എത്തുന്നവരെ അങ്ങനത്തെ സംഭവം നടന്നില്ല, മനസ്സിലായി? ഇപ്പോൾ ബിഗ് ബോസ് എന്നാൽ അവിടെ നിന്ന് ഒരു അങ്ങനത്തെ പ്രശ്നം നടന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അഖിൽ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം? ഇനിയിപ്പോൾ അഖിലിന് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അഖിൽ ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ ഈ സീസണിൽ വന്നിട്ടല്ലേ പ്രതികരിക്കേണ്ടത്. അഖിൽ തന്നെയാണ് മറ്റേ ആ ഒരു സീസൺ 5 വിന്നറും എല്ലാം. അപ്പോൾ പിന്നെ അപ്പം തന്നെ പറയണമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ജാൻമണി പറയുന്നത്, മനസ്സിലായില്ലേ? സംഭവം ഇനിയിപ്പോൾ നമുക്കിനി പറയാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ ഈ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ബിഗ് ബോസ് നമ്മളിപ്പോൾ പങ്കെടുക്കുമ്പോൾ ഒരു കോൺട്രാക്ട് ഉണ്ട് 1 വർഷത്തിന്. അപ്പോൾ എന്താ വെച്ചാൽ അവർ പറഞ്ഞ പോലെ കേൾക്കണം, ഇല്ലാതെ നമ്മളൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ജാൻമണി ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. പിന്നെ അഖിലേട്ടൻ എത്ര തറപ്പിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംഭവം ഉണ്ട്, എന്താ വെച്ചാൽ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഖിലേട്ടൻ അത് റിവീൽ ചെയ്യാതിരിക്കാം, നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ജാൻമണി അപ്പോൾ ഇതാ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് എന്തായാലും നേരിട്ടിട്ടില്ലാന്ന് ജാൻമണി പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കാസ്റ്റിംഗ് വെച്ചുന്ന സംഭവം അഖിലേട്ടൻ നേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേട്ടൻ ആ സമയത്ത് പറയണമായിരുന്നു കൊണ്ടാണ് ജാൻമണി പറയുന്നത് ഇല്ലേട്ടല്ലേ. അപ്പോൾ അതാണ് ജാൻമണിക്ക് പറയാനുള്ളത്. അഖിലേട്ടൻ എന്താ പറയുന്നത്, എന്താണ് ആൾക്ക് എന്തൊക്കെയോ കൊണ്ട് പറയേണ്ടത്. പിന്നെ ജാൻമണി ചില സംഭവങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷ് എന്തൊക്കെ പറഞ്ഞു ചെറുതായിട്ടൊന്ന് ക്ലിക്കായി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കുമല്ലോ. മലയാളം പറയുമ്പോൾ എനിക്കത് മനസ്സിലാവില്ല, സത്യം പറയല്ലോ. അതിന് സബ് ടൈറ്റിൽ വേണമായിരുന്നു, സബ് ടൈറ്റിൽ കിട്ടിയില്ല, കാര്യമില്ലട്ടല്ലേ. അപ്പോൾ ജാൻമണി ഇതാണ് പറയുന്നത്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട്, മനസ്സിലായില്ലേ? അങ്ങനൊരു സംഭവം ഉണ്ട് നമുക്ക് ജാൻമണി അതാണ് പറയുന്നത് ഇല്ലേട്ടല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ.